ഹായ് ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം യൂട്യൂബിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാനും അനുഷ്കയും വന്നേക്കാണ് ഗൈസ്. എൻ്റെ ഹെയറിന് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് ഞാൻ നൈസിൽ ഹെയർ കെരാറ്റിൻ ചെയ്തതാണ്. കെരാറ്റിൻ ചെയ്തതല്ല, സത്യം പറഞ്ഞാൽ എന്നെ മെൻസ് ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ എന്നെ കുക്ക് ചെയ്തതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അനുഷ്കയും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ക്ലൈൻ്റ് ഉണ്ട്, പുള്ളിക്കാരനായിട്ട് ഞങ്ങൾ വയനാട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇതെൻ്റെ അമ്മയുടെ ബിസിനസ് കാര്യമായിട്ട് പോണതാണ്. എൻ്റെ അമ്മയ്ക്ക് അവിടെ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളിതൊരു ട്രിപ്പുമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അനുഷ്ക റെഡി ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ കാറിൽ പോയിട്ട് അവളെ പിക്ക് ചെയ്ത് അങ്ങനെ വേണം പോകാൻ. ഗൈസ്, എൻ്റെ മുടി ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കുറേ പേർക്ക് ഇഷ്ടമായില്ല, കുറേ പേർക്ക് ഇഷ്ടമായി. അങ്ങനെ നിൽക്കണ സംഭവം. കാരണം എൻ്റെ മുടി ഒന്നാമത് കുറേ ഡാമേജ് ഉണ്ടായിരുന്നു. എൻ്റെ കേളി ഹെയറാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കേളി ഹെയറാണോ അതോ ഇങ്ങനത്തെ കോലമുടിയാണോ എനിക്ക് ഭംഗിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, മുടി ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതല്ല. എൻ്റെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയി. കെല്ലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഷോപ്പാണ്. അവിടെ പോയിപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ ഡാമേജാണ്. അവിടുത്തെ പുള്ളിക്കാരൻ അവർ ബിസിനസ്സാണ്. അവർ പറഞ്ഞു നിൻ്റെ ഹെയർ ഡാമേജ് ആണോടാ, അപ്പോൾ നീ ഹെയർ കെരാറ്റിൻ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മുമ്പ് ഈ സംഭവം കേട്ടിട്ടുണ്ട് ഹെയർ കെരാറ്റിൻ്റെ. അങ്ങനെ ഞാൻ ചെയ്യാലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മൈൻഡിൽ ചെയ്താണ് ഗീസ്. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഹെയർ ഇരിക്കണേ കുഴപ്പമില്ല. ഇടയ്ക്ക് ഞാൻ കണ്ണാടി പോയി നോക്കുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നും. ഇടയ്ക്ക് കണ്ണാടി പോയിട്ട് ഞാൻ നോക്കുമ്പോൾ ഗൈസ് മറ്റേ ഹാപ്പി ഹസ്ബൻഡിൽ സലീം കുമാറില്ലേ, പുള്ളിക്കാരനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഹെയർ ചേഞ്ച് ആക്കിയപ്പോൾ തൊട്ട് എനിക്ക് പുറത്തിറങ്ങാനൊക്കെ മടിയാവുക. കാരണം എനിക്കെന്തോ എന്നെ കണ്ടിട്ട് എനിക്ക് വിയേർഡ് അടിക്കേണ്ട ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാ, സ്കൂളിലേക്ക് പോകണം, പുറത്ത് പോയേ പറ്റുള്ളൂ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ തൊപ്പിയൊക്കെ വെച്ച് കിടക്കണേ. തൊപ്പി ഊരി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് കാണാൻ. കാരണം പെട്ടെന്ന് കേളി ഹെയറിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിയേർഡ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ തൊപ്പി മാറ്റാത്തത്. നിങ്ങളെന്നെ കളിയാക്കും. അനുഷ്കനെ കിട്ടിയിട്ടുണ്ട്. അമ്മ ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. അനുഷ്ക എനിക്കൊരു സംഭവം ഉണ്ടാക്കിയെന്നുണ്ട്. എന്തൊരു സംഭവം? ഞാൻ ഇപ്പൊ പറഞ്ഞെടുക്കാം. എൻ്റെ ഹെയർ അനുഷ്കയ്ക്ക് ഇഷ്ടമായെന്ന് ചോദിക്കാൻ പറ്റും. ഇത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ എനിക്ക് കേളി ഹെയറിനോട് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ഭംഗിയില്ല. ഫോൺ ഇവിടെ മറന്നു വെച്ചു. ഫോൺ സീറ്റിന്റെ അടിയിൽ നിന്ന് കിട്ടി. സീറ്റിന്റെ അടിയിൽ എടുക്കണ ഒരു ശ്രദ്ധയില്ല കേട്ടാ. ഇല്ല, ഫോണൊക്കെ കൊണ്ടുപോയിട്ടാണ് കളയണ. നല്ല സീറ്റൊക്കെ കിട്ടുന്നെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാല ദോശ. ടേസ്റ്റ് ഉണ്ടോ അമ്മ? ഫുഡ് എങ്ങനെയുണ്ട്? മസാല ദോശ എങ്ങനെ കഴിക്കണത്? ആദ്യം കുറച്ച് മസാല ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ ഇതിൽ മുക്കാം, ഇതിൽ മുക്കാം, ഇതിൽ മുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഞങ്ങളിപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വയനാട്ടിലേക്ക് പോണേതൊരു സ്ഥലത്താണ്. വയനാട് കൂടെ എത്തിയിട്ടില്ല കേട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് റൂട്ടാണ് പോണത്. അപ്പോൾ ഏതൊരു നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറിയതാണ്.
അയ്യോ വയറ് ഫുള്ളായി ഗൈസ്. വയറ് ഫുള്ളായാ? ഇനി എന്തെങ്കിലും വേണോ? ഗൈസിന്റെ ഹെയർ സ്റ്റൈല് കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പോ ഈ സമ്മയ്ക്ക് എന്തിട്ടൊക്കെ മേടിക്കാവുന്നേക്കാം. എന്നിട്ടമ്മ മേടിച്ചേ? ഇത് മേടിച്ചാ? അത് മേടിച്ചാ? എടുത്തോ. സ്റ്റിക്കർ കിട്ടിൻ്റെ ഇതിൻ്റെ ഒപ്പം. ഇതാണ് നമ്മുടെ വണ്ടി. കേറിക്കോ. തമ്മയോ ഞാൻ ചോക്കട്ടെ. ഇതാണ് ഡ്രൈ ബ്ലാക്ക് പ്ലം. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണുണ്ടോ അങ്ങോട്ട്. എന്തേ കൊള്ളാലോ, എനിക്കിഷ്ടായി. ഇതാണ് സംഭവം. അവൾക്ക് ഇഷ്ടായി. അവൾക്ക് ഇഷ്ടയില്ല. ആ ഇവൾക്ക് മുന്തിരി ഇഷ്ടില്ല. കുഴപ്പമില്ല ഗൈസ്. എനിക്കിഷ്ടായി. അൽഫാം മന്തിയാ? ആ അൽഫാം മന്തി മേടിച്ചെന്നു ഗൈസ്. ഇവൾക്ക് ഇത് എങ്ങനത്തെ ഇഷ്ടമുള്ളൂ. അമ്മ എനിക്ക് ഊണ് കഴിച്ചാലും ഇഷ്ടമാണ്. എനിക്ക് ഊണ് ഇഷ്ടം. നിനക്ക് ഇഷ്ടമല്ല ഊണ്? നല്ല ഊണും. അമ്മ ഞാൻ ബീഫ് കഴിച്ചാ അമ്മ ഇങ്ങനെ കഴിക്കാണ്ടെങ്കിൽ അമ്മ എത്ര തടി. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവൾക്ക് എന്താ ഇഷ്ടപ്പെടാൻ നമ്മള് അത്യാവശ്യം എത്തേണ്ട സ്ഥലം ഇതിപ്പോ കോഴിക്കോട് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മള് മലയുടെ അടിവാരെത്തിണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ മല കയറും. അങ്ങനെ ഞങ്ങൾ അടുത്ത ഏതോ റെസ്റ്റോറൻറ്റേക്ക് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്. രാവിലത്തെ ഒരു മസാല ദോശയിൽ ഇരിക്കണേ. മിക്കതും മന്തിയാവും ഞങ്ങൾ കഴിക്കുക. റെസ്റ്റോറൻറ്റ് പേര് ഉടുപ്പി. എല്ലാവർക്കും മന്തി വരാം ഗൈസ്. അനുഷ്ക ഭയങ്കര നിരാശയാണ്. കാരണം ഈ ഹോട്ടലിൽ വെജാണ്. പ്യുവർ വെജ് ഹോട്ടലിലാണ് ഗൈസ് കയറിയത്. ഇവൾക്കാണെങ്കിൽ മന്തി കഴിക്കാനുള്ളൊരു മൂഡായിരുന്നു. അപ്പം ഞങ്ങൾ ആ സൈഡത്തെ ഇവിടെ സൈഡിലൊരു കടയുണ്ടെന്ന് പറഞ്ഞു. അവിടെ നോൺ വെജ് കിട്ടും. അപ്പം അങ്ങോട്ട് പോകാൻ ഇരിക്കുകയാണ്. നോൺ വെജ് മതിയില്ലേ? അയ്യോ എനിക്ക് നോൺ വെജ് മതി അമ്മ. തന്നെ ചോദിച്ചോക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് വരാം. അമ്മ അവിടുത്തെ ആളേ പള്ളിയെ പോയിക്ക. അടുത്തടെ പോവാം. എനിക്ക് പറ്റില്ല ഉണക്ക സദ്യ കഴിക്കാൻ. അനുഷ്കയ്ക്ക് ഫുഡ് കിട്ടിയില്ല ദേഷ്യം. എന്നെ പിടിച്ചൊക്കെ തിന്നോള്. അപ്പോൾ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്.
മലയുടെ അടിവാരത്തായിട്ട് ഷൈൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് പോയിട്ട് എന്നിട്ടുള്ള നോക്കാം. ഇവൾക്കൊരാശ്വാസം ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് തല്ലിയാണ് ഫുഡ് തന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഇത് മയോണൈസ്, ഇത് മറ്റേ ടൊമാറ്റോ എന്താണെന്നറിയില്ല. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ മന്തി വന്നിട്ടുണ്ട്, മന്തി റൈസ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ എടുത്തോളാം. അനുഷ്ക തട്ടാൻ തുടങ്ങിയിട്ടാ. നിങ്ങളെ കൊതിപ്പിക്കാൻ പോവാൻ കുറച്ചെടുത്ത് കഴിച്ചോ. ഫിനിഷ് ചെയ്തു. ഇവളൊക്കെ ബാക്കി വെച്ചു. പാഴ്സൽ ഞാൻ കൊടുത്തു കേസ്. ഞാൻ ഫിനിഷ് ചെയ്തു. ഗൈസ് അവരവിടെ ബില്ലിയാണ്. ഇവിടുത്തെ വ്യൂ നോക്കി ഗൈസ്. നേരെ വലിയ മല. എന്താണ് വാട്ട് എ ബ്യൂട്ടിഫുൾ. നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വന്നേക്കാണ്. ഒന്നാമത് നല്ല തണുപ്പിലേക്കാണ് നമ്മൾ പോണേ. അപ്പം തണുത്ത ഐസ്ക്രീം. എന്തിട്ടല്ലേ നമ്മളെന്താ സൈക്കോ അല്ലേ. അതാണ് ഗൈസ് ഞങ്ങളുടെ കാറാ വെള്ളം. പക്ഷെ ഈ ബസ് ഇട്ടോണ്ട് ഞങ്ങൾ നേസിൽ മൂഞ്ചിയുണ്ട്. ബസ് എടുത്തു. നമ്മളപ്പോ ഇനി മല കയറാൻ പോവാണ്. ഇനി ഫുഡും കിട്ടില്ല, ഒന്നും കിട്ടില്ല, റേഞ്ച് പോലും കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നമ്മള് കുറച്ച് കയറി ഇവിടെ പോയത് തിരിച്ചു വന്നു. പിന്നെ ഫുഡ് കിട്ടില്ല. 9 ചുരം കയറണ ഞങ്ങൾ. കൊറേ കുരങ്ങന്മാരുണ്ട് ഇവിടെ. നോക്കിയേ താഴ്വാരം. റൗണ്ടിലിരിക്കുന്നില്ലേ. നോക്കിയേ എന്ത് രസാ നോക്കിയേ. നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട് കൈസ് ഇവിടെ. ഇപ്പൊ ഇത് ഇവിടെയാണ് മഞ്ഞ് കാരണം ക്യാമറത്തെ ഇത് നോക്കിയേ. നമ്മളവിടെ നോക്കിയാ വന്നേ. അതാ പാട്ടിന്ന് ഇവിടെ കയറി ഇവിടെ എത്തി. മഞ്ഞുണ്ട് വെയിലുണ്ട് കേസ്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. ഇവിടെ നിന്നൊക്കെ വീണുള്ള അവസ്ഥ ആലോചിക്ക്. നല്ല അടിപൊളി റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ട്. കഴിക്കട്ടേട്ടാ. സാധനം ഒരുപാട് സമയത്തിന് ശേഷം ഞങ്ങൾ അമ്മയുടെ ബിസിനസ് ചെയ്യണ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിലിരിക്കുകയാണ്. അനുഷ്ക ഉറങ്ങി ചൈന കണ്ണ് മരിയുണ്ട്. അനുഷ്ക ഉറങ്ങി കഴിഞ്ഞാൽ അനുഷ്കനെ കണ്ട് ചൈന കണ്ണ് മരിയും ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൂടി പോകണം. അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക്. അമ്മയും പിന്നെ അമ്മയുടെ ക്ലയൻറ്റും ഉള്ളിൽ പോയി സംസാരിക്കുകയാണ്. എൻ്റെ കണ്ണൊക്കെ നോക്കി ഉറങ്ങിയിട്ട്. കുഴപ്പമില്ല, കുറേ ഫുഡ് കഴിച്ചു. ഞാൻ കോമറ്റ് ചെയ്യാനൊക്കെ വന്നു ഗൈസ്. ഏറ്റവും മുകളിൽ മലയുടെ ഏറ്റവും മുകളിൽ. പക്ഷെ ഇവിടെ കണ്ടെങ്കിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. ഇവിടെ കണ്ടതിനാ നിങ്ങൾ നോക്കിയേ. നോർമൽ സിറ്റി മാതിരിയല്ലേ നോക്കി. പക്ഷേ ഞങ്ങളെ മലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കണത്. അതായത് വയനാട്ടിൽ ഉള്ളവരൊക്കെ കാണണം വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് വയനാട് വരണത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഞാനൊരു സത്യം പറയട്ടെ, അനുഷ്ക നിങ്ങൾ കാണണമല്ല. അനുഷ്ക എന്നോട് നന്നായി കൊഞ്ചും ഗൈസ്. എന്നോട് പറയും വീഡിയോയിൽ ഇടണ്ട. പക്ഷെ അനുഷ്ക വിഷമൊക്കെ വന്നതിന് എന്നോട് നന്നായി കൊഞ്ചും ഗൈസ്. എൻ്റെ അടുത്ത് വന്ന് എന്ന് വെച്ചാൽ കുഞ്ഞ് ബേബിയുടെ മാതിരിയൊക്കെ ആവും.
നിങ്ങൾക്ക് ക്രിഞ്ച് അടിച്ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ നോർമൽ റിലേഷൻഷിപ്പിലുള്ളതാ. റിലേഷൻഷിപ്പ് തന്നെ ഒരു ക്രിഞ്ചല്ല ഗൈസ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അനുഷ്ക എൻ്റെ അടുത്ത് കൊഞ്ചാറുണ്ട് ഗൈസ്. ഇവിടെ നോക്ക് പേർക്ക് അനുഷ്കൻ്റെ ഹെയർ സീക്രറ്റ് അറിയണമെന്നുണ്ട്. അവളുടെ ഹെയർ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ഉറങ്ങിയിട്ടാണ്. അനുഷ്കയുടെ ജനറ്റിക്സ് ആണ് ഗൈസ് അത്. പിന്നെ അവള് ഇതിലെ നീ ചെയ്യാറ് ഹെയറിൽ ഒന്നും ചെയ്യാറില്ല. നല്ല ക്യൂട്ട് മുഖം അനുഷ്കയുടെ കണ്ട. അതല്ല എന്റെ അമ്മേന്റെ മുടി കൊറേ ഉണ്ട്. പിന്നെ ഞാൻ ജനിച്ച പിന്നെ എന്റെ അമ്മയുടെ മുടി പോയത്. അനുഷ്കയുടെ അടുത്ത് ഞാൻ ചൂടാവുമ്പോൾ അനുഷ്കയുടെ മുഖം ഞാൻ അനുഷ്കയുടെ തല്ലിടും. അപ്പം ഞാൻ ചൂടാവും. എന്നിട്ടും നമുക്ക് വേണ്ടി ചൂടാവും. അനുഷ്കയുടെ മുഖം ചെറുതാവും ഗൈസ്. ചതി ഒന്നാമത്തെ മോൻ ചെറുതാ. എന്നിട്ട് ഞാൻ ചീത്തയോടെ പറയുമ്പോൾ ഭയങ്കര ചെറുതാവും. എന്നിട്ട് ഇങ്ങനെ കരയാറൊക്കെയാവും. കണ്ണീന്നൊക്കെ വെള്ളം വരും. അപ്പൊക്കെ അപ്പൻ്റെ ദേഷ്യം ഒക്കെ അപ്പനെ പോയിട്ട് ഞാൻ അയ്യോ പറഞ്ഞ് റിഗ്രറ്റ് അടിച്ചാൽ ഞാൻ ആകെ പോകും. അനുഷ്കയുടെ ടിപ്പാട്ടത് എൻ്റെ ചൂട് മാറ്റാനുള്ളത്. കൊക്കുണ്ട് പുഴ നോക്ക്. ഇവിടുത്തെ പുഴയാണ് ഗൈസ്. ഒറ്റ മിനിറ്റ്. അയ്യേ ഞാനില്ല. ഇവിടെ നിറച്ച് പുഴു. ഇതാണ് കൊക്കോ മരം. രണ്ടാമത് ഇതാണ് കൊക്കോ. പഴുത്തിട്ടില്ല. ഒന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് പഴുപ്പിക്കാം. അരിയില് വെച്ചാ പഴുക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. കിട്ടിയ കൂട്ടിയില്ലെങ്കിൽ ചെട്ടി അതേപോലെയാവും. ഇവിടെ സുപ്പി നിൽക്കുന്നുണ്ട്. അവനെ കാണാണ്ട. കൊക്കോ ഉണ്ട്. എൻ്റെ അടുത്ത് പുഴുവിനുണ്ടാ നീ? ഞാൻ കാണിച്ചു തരാവാ അമ്മേ. അതാ പറഞ്ഞ അതെന്റെ കാലുമ കേറാൻ വന്നു. ഓ ദേ അങ്ങോട്ട് വാ. കൊറേ ഉണ്ട് അവിടെ. ദേ പുഴു നോക്ക്. ഇവിടെ നിന്ന് എനിക്കത് അറച്ചിട്ട് ഞാൻ വരുന്നില്ല പറഞ്ഞേ. ഇതാണ് നമ്മുടെ കൊക്കോ. കുറച്ചുണ്ട് ദേ ഇവിടെ. ഞങ്ങൾ തിരിച്ചു പോയോണ്ടൊക്കെയാണ്. ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്കാണ് കേസ് പോണത്. ഒരു ഹോട്ടലിൽ കയറിട്ടോ ചായ കുടിക്കാൻ. ഇന്ത്യൻ കോഫി. ഈ ഹോട്ടല് ഒരിക്കലും കയറരുത്. ഞങ്ങള് കേറിട്ടെ 100 രൂപ കൊടുത്തു. 4 കോഫി, ഒരു ചിക്കൻ സമൂസേനെ പറ്റി വായലിട്ട ഒരു സോസ് ഉണ്ട് ഇവന്റെ ചിക്കൻ സമൂസ ഇവൻ കഴിച്ചില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് വായിലിട്ടത് അപ്പനെ തുപ്പി. സ്മെല്ല് ചെയ്യുമ്പോ ഇന്ത്യൻ കോഫി ഹൗസ് തന്നെയാണോ ഞെട്ടിപ്പോയി. ആരും കയറണ്ട. 100 രൂപ കൊടുത്തിട്ടേ 4 കോഫി, ഒരു ചിക്കൻ സമൂസ, എന്നിട്ട് 12 രൂപ ബാക്കി തന്നേക്കണേ. എന്നിട്ടാവും ആരും കയറണ്ട. അതന്നെ. എൻ്റെ അമ്മക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിലേക്ക് വന്നേക്കാണ്. വേറെ ഞങ്ങള് ഇന്ത്യൻ ഞാൻ പറഞ്ഞില്ല ഇന്ത്യൻ കോഫി പോയി. പക്ഷെ അവിടെ ഞങ്ങൾക്ക് അവരോട് ഒരു വൈരാഗ്യമില്ല. പക്ഷെ ഇവരുടെ ഫുഡ് കഴിച്ചതിനെ പറ്റത്തുള്ള സൈക്കില്ല. അതേപോലത്തെ ഫുഡാണ്. കേരളത്തിലത്തെ ഫുഡ്. സോറി നിന്നെ കമന്റിൽ നോക്കി പോലും ഗൈസ്. എന്നാ വെച്ചാൽ സമൂസനെ തൃശ്ശൂരത്തെ ഇന്ത്യൻ കോഫി ഹൗസ് മറ്റേ വടക്കേ സ്റ്റാൻഡിന്റെ അവിടുത്തെ അടിപൊളിയാണ്. അവിടുത്തെ മസാല ദോശ നൈസ്. പിന്നെ ഇവിടത്തെ സമൂസ ഗൈസ് ഞാൻ സ്മെല് ചെയ്തു. എന്റെ അമ്മ ജസ്റ്റ് ചെറിയ കഷ്ണം എടുത്ത് വായില് വെച്ചു. ഞാൻ അതേ വഴി തുപ്പി. എനിക്ക് ചവച്ചും കൂടി ഇല്ല. എന്നിട്ട് എന്റെ അമ്മ അപ്പനെ പറഞ്ഞു ക്യാൻസൽ ചെയ്തോ. ഞാൻ ശരിക്കും 4 ഓർഡർ ചെയ്തു. 4 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിത്തെ എന്താ പറയാ ബാക്കി ഒന്ന് കഴിച്ചപ്പോഴേക്കും ബാക്കിയെല്ലാം ഞങ്ങള് വേണ്ട പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്, അറിയില്ല. ഒരെണ്ണം കഴിച്ചു. അപ്പൊ നമ്മളൊരു കഷ്ണം എടുത്തപ്പോ നമുക്ക് പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് അതെടുത്തിട്ട് ബാക്കിയെല്ലാം കൊടുത്തു തിരിച്ച്. ഞങ്ങളിപ്പോ ഓൺ ദ വേ തൃശ്ശൂരാണ്. നേരെ പോവാണ് തൃശ്ശൂർക്ക്. കുറെ കാഴ്ചകൾ കാണാണ്ട്.
മറ്റേ ചോര. നല്ല സ്പോട്ട് എത്തുമ്പോ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നാണ് പ്ലാൻ. അറിയില്ല പക്ഷേ ഞങ്ങള് ടൈം ഇപ്പോ ശരിക്കും 5:55 ആയിട്ടുണ്ട്. 6 മണിയാണ്. ഞങ്ങളവിടെ എത്തുമ്പോ എന്തായാലും ഒരു 11 മണിയൊക്കെ ആവും. 12 ആവും എനിക്ക് തോന്നണേ. പക്ഷേ അനിഷ്കുള്ളോണ്ട് എനിക്ക് നേരം പോണതേ അറിയണില്ല. നല്ല വൈബാണ് ഈ ഗേൾഫ്രണ്ടിന്റെ ഒപ്പം ഇങ്ങനെ ലോങ് ആയിട്ട് ട്രിപ്പൊക്കെ പോകാൻ. അതന്നെ ഞാൻ ആദ്യമായിട്ടാ ഇത്ര ലോങ് നല്ല രസമുണ്ട് ഈ. ഞാൻ മുന്നേ പിടിക്കാതെ നമ്മളാകെ എറണാകുളം പോയിട്ടുണ്ട്, പിന്നെ വയനാട്, ഇത്ര ലോങ്. പക്ഷേ തൃശ്ശൂർ വിട്ട് പോയത് ഈ 2 സ്ഥലത്തേക്ക്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വൈബ് ചെയ്ത് കൊച്ചിയാണ് ഗീസ്. കൊച്ചി നമ്മള് ഫോർട്ട് കൊച്ചി കറങ്ങിനായിരുന്നു. ഫോർട്ട് കൊച്ചി ജെട്ടിയൊക്കെ പോയി. ഞങ്ങള് ജെട്ടി പോയി. ഫോർട്ട് കൊച്ചിയില് ഫുഡ്, അവിടത്തെ ഒരു വൈബ് തന്നെ വേറെയാ. നമ്മള് ഫോറിനിലൊക്കെ പോയ ഫുൾ ഇംഗ്ലീഷുകാര്. ഫോർട്ട് കൊച്ചി പോയതിനാ എന്തോ കേരള തോന്നില്ല, ഒരു ചാതി നല്ല രസമാണ്, അടിപൊളിയാ. അപ്പൊ ഫോർട്ട് കൊച്ചി പോകത്തവരൊക്കെ അവിടെ. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റൊരു ഡേ കിട്ടിയുള്ളൂ. അപ്പൊ ഒറ്റൊരു ഡേ ആണ് ഫോർട്ട് കൊച്ചി മാത്രമേ ഇറങ്ങുള്ളൂ. പക്ഷെ കൊച്ചിയിൽ ഇന്ന സ്ഥലങ്ങൾ കാണാനുണ്ട്. നിങ്ങള് എല്ലാരും ഫോട്ടോ വെച്ച് പോയിണ്ടാവും അറിയാം. എന്നാലും പോവാത്തവരുണ്ടെങ്കിൽ മേക്ക് ഷുവർ ഉറപ്പായാലും ബുക്കോളൂ കേട്ടോ. കാരണം അടിപൊളി സ്ഥലമാണ്. ഓക്കെ, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവർ വന്നിട്ട് ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് വരും. ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് കടയാണ്. നമ്മളിപ്പോൾ ഇനി വയനാട് മല ഇറങ്ങാൻ പോവാ. അപ്പോൾ ചായ കുടിക്കാന്ന് വെച്ചിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. എൻ്റെ ക്യാപ്പ് പോയി. ഇതൊരു മന്തി കേട്ടാ. ഇത് പാഴ്സൽ മേടിച്ച ഞങ്ങള്. അപ്പൊ ഇത് കഴിക്കണം ഇറങ്ങുമ്പോ, മല ഇറങ്ങുമ്പോ. നീ എന്തിനാ കഴിക്കണ? എനിക്കൊന്നും വേണ്ട. അനുഷ്ക ഒരു കളിപ്പാട്ട കടയ്ക്ക് വന്നേക്കാണ്. ഞങ്ങളവിടെ അവിടെ ചായ കുടിക്കുമ്പോ ഇവിടെ നിന്ന് കണ്ടാണ്. വലിയ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല. ആണോ? ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. അവര് ചായ കുടിക്കാണ്. ഞങ്ങൾ ഈ കണ്ണു ഹോട്ടലിൽ നിന്ന് ഐസ്ക്രീം മേടിച്ചു. ഹോട്ടലിൽ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു. കാരണം ഇവിടെ വേറെ ബേക്കറീസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ചോക്കോബാർ ഇവള് കൊണ്ടോ. ഇതേതാ? അമേരിക്കൻ ഡിലൈറ്റ്. ഒന്നാമത് ഇവിടെ നല്ല തണുപ്പാ. നല്ല തൊണ്ടവേദന വരുന്നതാണ് പറയാം. അത് അറിയില്ല, എന്നാലും നമ്മുടെ ക്രേവിങ്സ് തന്നല്ലോ. അപ്പൊ നമ്മള് മേടിച്ചു. നല്ല തണുപ്പാണ്. വയനാട് മലയുടെ മേലെ ഇരിക്കണം. അപ്പോ അതിൻ്റെ ഒപ്പം ഐസ്ക്രീം. അപ്പൊ ശുഭം. നിങ്ങൾ മറ്റേ ഇയാളുടെ കഥ അറിയോ ഗൈസ്? ചങ്ങലമരം വയനാട്ടിലെ. ഇതെല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇയാളാണ് കരിന്തണ്ടൻ. ഇതാണ് ചങ്ങലമരം. അതല്ല ചങ്ങല. ഈ ചങ്ങല വലുതായി വരൂല്ലേ? ഇതാണ് കരിന്തണ്ടൻ മൂപ്പൻ ഗൈസ്. ഇയാളാണ് വയനാട് റോഡ് വഴിയൊക്കെ കണ്ടുപിടിച്ചത്, ചുരമൊക്കെ കണ്ടുപിടിച്ചത്. ലെജൻഡാണ്. പോവാ. അടിയിൽ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ്. പറയോ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം. ശരിക്കും നമുക്ക് ക്യാമറയില് കാണാൻ പറ്റില്ല, പക്ഷേ ശരിക്കും നേരിട്ടാണ് നല്ല രസമുണ്ട് ഗൈസ്. വയനാട്ട് അവിടെ പോകുമ്പോണ്ടല്ലോ സൈഡത്തെ കാടൊക്കെ കാണുമ്പോ നല്ല പേടിയും ഗൈസ്. അല്ലടി കഴിഞ്ഞ മഴ പെയ്തപ്പോ ഉരുൾപൊട്ടിയ സ്ഥലമൊക്കെ കണ്ടു. അത് മാത്രല്ല എന്തിട്ടോ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ചാടി വരുമെന്നൊക്കെ പേടിയാ. ഭയങ്കര പേടിയും ഗൈസ്. ഈ കണ്ടോ അതൊക്കെ കാണാൻ പറ്റുള്ള ഗൈസ്. പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല. നോക്കിയ മേലത്തെ വ്യൂ ഒക്കെ നല്ല പേടിയാവും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ. നിങ്ങൾ കുറെ വട്ടം വന്നിട്ടുണ്ടാവും ഗൈസ്. ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ടൈം ഒരു 11 മണിയായി ഉണ്ടാവും. ഇനി 50 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർക്ക്. എന്നിട്ട് ഇവളാക്കിയിട്ട് എൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ പോകും. കൊള്ളാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫോൺ എപ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ കയ്യിൽ 3%
അപ്പോൾ സ്വിച്ച് ഓഫ് ആയതിനെ ഞാൻ ചാർജ് ആക്കിയിട്ട് ബാക്കി ക്ലിപ്പ് ഇടാം. ഓക്കെ, കാരണം തീരെ ചാർജില്ല ഗൈസ്, 3% ഉള്ളൂ. ഇത് നേരെ വണ്ടി കയറി ഉറങ്ങുക, കണ്ണുറക്കുമ്പോൾ ഞാൻ വീടെത്തിയിട്ടു. അനുഷ്കേനെ ഇറക്കണം കേട്ടോ വീട്ടിൽ. അയ്യോ, അനുഷ്കേൻ്റെ പേരൻസ് അവിടെ വെയിറ്റ് ചെയ്യാണ് വീട്ടിൽ. അപ്പോൾ അനുഷ്കേനെ ഇറക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും നേരെ. അപ്പോൾ ഫോൺ ഗൈസ്, അപ്പോൾ ഫോൺ എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ ഇപ്പോഴേ ടാറ്റ പറയാണ്. എൻ്റെ 2% ഉള്ളൂ. അതെ അമ്മ 2% ഉള്ളൂ. രാവിലെ ഫുൾ ചാർജ് ആക്കി വന്നതാ. പിന്നെ ഐഫോണിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും എങ്ങനെയൊക്കെ ചാർജ് ചെയ്തിട്ടാലും പെട്ടെന്ന് ചാർജ് ഇറങ്ങും. എൻ്റെ ബാറ്ററി ഹെൽത്തൊക്കെ ചത്ത് 2 തോന്നുന്നു ബാറ്ററി ഹെൽത്ത്. അപ്പോൾ ടാറ്റ ഗൈസ്, വീടെത്തിയിട്ട് ബാക്കി വിശേഷം. ഞാൻ ചാർജ് ഉണ്ടെങ്കിൽ ബാക്കി ക്ലിപ്പ് കാണിക്കാം. ഓക്കെ ടാറ്റാ. അപ്പോൾ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ആയി പറഞ്ഞാൽ 3% കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ പിറ്റേ ദിവസമാണ് ഇവളുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കാണ് കേസ് ഞാൻ വീടെത്തിയത്. ഇവളൊരു 1 മണി ഇവള് വീടെത്തി. ഇവളാണെങ്കിൽ ഇവൾക്ക് നല്ല വയ്യായിരുന്നു കേസ്, ഭയങ്കര ടയർഡായിരുന്നു. എനിക്കങ്ങനെയായിരുന്നു. ഞാൻ 2 മണിക്ക് വീടെത്തി, നേരെ ചെന്ന് ബെഡിലേക്ക് ചാടി കിടന്ന് ഉറങ്ങി കേസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. അതെ കേസ്. അപ്പോൾ ഇനി വീണ്ടും ഞങ്ങൾ കുറേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം കേസ്. ഓക്കെ, അപ്പോൾ ടാറ്റാ.